students, I am Vasila, your sociology faculty. This is Hybrid Campus. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NOS-ലെ ഫോക്കസ് ഏരിയ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 18 മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകതയിൽ പ്രധാനമായിട്ടും സാമൂഹിക മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹിക മാറ്റം എന്താണെന്ന് നോക്കാം. സമൂഹത്തിന്റെ ഘടനയിലും സ്ഥാപനങ്ങൾ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ, ബന്ധങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്തിലേക്ക് ഉണ്ടാകുന്ന മാറ്റം? സമൂഹത്തിന്റെ ഘടനയില്, സ്ഥാപനത്തിൽ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇതിലുണ്ടാവുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സാമൂഹിക മാറ്റം ഒരു സാർവത്രിക പ്രക്രിയയാണ് അല്ലെ, അതിലെ ഒരു പ്രതിഭാസമാണ് അല്ലെ. സമൂഹത്തിന്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സാമൂഹ്യ മാറ്റം സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒന്നാണ് എന്ത്? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും സാമൂഹ്യ മാറ്റം എന്താണെന്ന് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു 3 പോയിന്റ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ഈ 3 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റാണ് സമൂഹത്തിന്റെ ഘടന, സ്ഥാപനങ്ങൾ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുന്ന മാറ്റത്തെ എന്തെന്ന് പറയുന്നത്? സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റം എന്താണ്? ഒരു സാർവത്രിക പ്രതിഭാസമാണെന്നും സാമൂഹ്യ മാറ്റം സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് സാമൂഹ്യ മാറ്റം എന്ന് മനസ്സിലായി. ഇനി നമ്മൾ സാമൂഹ്യ മാറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കാണപ്പെടുന്നു. രണ്ടാമത്തെ എന്താണ്? സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന എല്ലായിടത്തും ഒരുപോലെ അല്ല അല്ലെ, എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ത് സംഭവിക്കുന്നത്? സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന പലതരത്തിലാണ്. ഇപ്പൊ എല്ലാ ഏരിയയിലും സാമൂഹ്യ മാറ്റം ഉണ്ട്. അപ്പൊ നമ്മുടെ ഏരിയയിലും ഇപ്പൊ വേറെ എല്ലാ കൺട്രീസിലൊക്കെ എന്ത് സംഭവിക്കുന്നു? സാമൂഹ്യ മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ്? പലതരത്തിൽ. ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവുന്ന മാറ്റം പോലെ ആവൂല അമേരിക്കയിലോ മറ്റു കൺട്രീസിലൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ തോതിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സാമൂഹ്യ മാറ്റത്തിന്റെ മൂല്യം എന്താണ്? ന്യൂട്രൽ ആണ് അല്ലെ. അതിന്റെ മൂല്യം എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റം എല്ലാ സമൂഹങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ല സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത്, മറിച്ച് എല്ലാ പ്രദേശങ്ങളിലും സംഭവിക്കുന്ന ഒന്നാണ് എന്ത്? സാമൂഹിക മാറ്റം. പിന്നെന്താണ്? സാമൂഹ്യ മാറ്റം മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. അപ്പൊ നാളെ സാമൂഹ്യ മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവോ ഒന്നും നമുക്കൊന്നും മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിശ്ചയിക്കാൻ കഴിയുകയില്ല. പിന്നെന്താണ്? സാമൂഹ്യ മാറ്റം ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കും. ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാവും, അത് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ എന്ത് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? സാമൂഹിക മാറ്റം. അപ്പൊ ഇതൊക്കെയാണ് സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. 7 ഉണ്ട്. അതിൽ ഒന്നാമത്തെ സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ്. പിന്നെന്താണ്? സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന എല്ലായിടത്തും ഒരുപോലെ അല്ല, സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന പലതരത്തിലാണ്. പിന്നെ സാമൂഹ്യ മാറ്റത്തിന്റെ മൂല്യം ന്യൂട്രൽ ആണ്. സാമൂഹ്യ മാറ്റം എല്ലാ സമൂഹങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ടെന്നും സാമൂഹ്യ മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല എന്നും സാമൂഹ്യ മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ടേംസ് അസോസിയേറ്റ് വിത്ത് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ, പദങ്ങൾ നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തേതാണ് എവല്യൂഷൻ, രണ്ടാമത്തെ റെവല്യൂഷൻ, മൂന്നാമത്തെ പ്രോഗ്രസ്, നാലാമതാണ് എന്ത്? ഡെവലപ്മെന്റ്. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് ടേംസുകളാണ് നോക്കുന്നത്? സാമൂഹ്യ മാറ്റവുമായി ബന്ധമുള്ള കുറച്ച് ടേംസുകൾ. അതിൽ ഒന്നാമത്തെ എവല്യൂഷൻ. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയും. എന്താണ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിണമിക്കുക എന്ന വാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒന്നാണ് എന്ത്? ഈ പരിണാമമെന്നും. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്നും സങ്കീർണ രൂപത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ സംഭവിക്കുന്ന ആ ഒരു മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പരിണാമം അഥവാ എവല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ലളിതമായിട്ടുള്ള സമൂഹം,
ത്തിൽ നിന്നും വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ സൊസൈറ്റിയാണ്? കോംപ്ലക്സ്ഡ് അഥവാ സങ്കീർണമായിട്ടുള്ള സൊസൈറ്റി അല്ലേ? വളരെ തിരക്ക് പിടിച്ച കോമ്പറ്റീഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി. അപ്പോൾ ഒരു ലളിത സമൂഹത്തിൽ നിന്നും സങ്കീർണ സമൂഹത്തിലേക്ക് ഉണ്ടാവുന്ന ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എവല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ മീൻ പിടിച്ചും വേട്ടയാടിയൊക്കെ ഭക്ഷണം ശേഖരിച്ചു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഭക്ഷണം ശേഖരിക്കുക അല്ല. ഓരോ കാലഘട്ടം കഴിയുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി ആവില്ല ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്ത് സംഭവിക്കും? മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഒരു മാറ്റമാണ് ഇവിടെ എവല്യൂഷൻ കൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ ഒന്ന് മാറ്റമാണ് എന്ത്? റവല്യൂഷൻ അഥവാ വിപ്ലവം. എന്താ വിപ്ലവം എന്ന് പറഞ്ഞാല്? വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്ത്? വിപ്ലവം. വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്ത്? വിപ്ലവം. വിപ്ലവം കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നും വിപ്ലവത്തിന്റെ ഫലമായി സമൂഹത്തിലുള്ള നിലവിലുള്ള സമ്പ്രദായത്തിൽ എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ച് ഒരു പുതിയ സമ്പ്രദായം ഉടലെടുക്കും. അപ്പൊ നിലവിലുള്ള വ്യവസ്ഥയിൽ എന്ത് സംഭവിച്ച്? മാറ്റം സംഭവിച്ച് ഒരു പുതിയ സമ്പ്രദായം ഉടലെടുക്കുന്നതിലേക്ക് ഇടയാക്കുന്നു എന്നും ഓരോ വിപ്ലവവും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടയാക്കുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിപ്ലവം എന്തിലേക്ക് ഇടയാക്കുന്നു? ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടയാക്കുന്നു. അപ്പൊ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വിപ്ലവം എന്ന് പറയാം അല്ലെ? വിപ്ലവം എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന. നമുക്ക് ഉദാഹരണമായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ ഒക്കെ എന്താണ് അല്ലെ? സമൂഹത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടായ ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്തെങ്കിലും നിലവിലുള്ള എന്തെങ്കിലും വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിപ്ലവം. അപ്പൊ അത് എന്താണ്? ഒരു തരം സാമൂഹിക മാറ്റമാണ്. മറ്റൊന്നാണ് പ്രോഗ്രസ് അഥവാ പുരോഗതി എന്ന് പറയും. എന്താ പ്രോഗ്രസ് എന്ന് പറഞ്ഞാല്? സാങ്കേതികവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള മേഖലകൾ ഉൾപ്പെടെ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ വശങ്ങളിൽ ഉണ്ടാകുന്ന നല്ല മാറ്റത്തെ, പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോഗ്രസ് എന്ന് പറയാം. അപ്പൊ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികപരമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാവുന്ന നല്ല മാറ്റത്തെ, ഉയർന്ന നല്ല മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോസിറ്റീവ് മാറ്റം. ആ പോസിറ്റീവ് മാറ്റത്തെ എന്ത് പറയാൻ പറ്റും? പ്രോഗ്രസ് അഥവാ പുരോഗതി എന്ന് പറയാം. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, പിന്നെന്തൊക്കെ? ജീവിത നിലവാരത്തിൽ ഉണ്ടാവുന്ന വർധനവ്, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം, സാമൂഹ്യ നീതി, സമത്വം, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന നല്ല മാറ്റത്തെ എന്തെന്ന് പറയുന്നുണ്ട്? പ്രോഗ്രസ് അഥവാ പുരോഗതി എന്ന് പറയാം. പ്രോഗ്രസിന്റെ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്ത്? ഡെവലപ്മെന്റ് അഥവാ വികസനം. എന്താ വികസനം എന്ന് പറഞ്ഞാല്? സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന സമഗ്രമായുള്ള മാറ്റത്തെ, മൊത്തത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വികസനം ഓരോ സമൂഹത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വികസനമായിരിക്കണം എന്നില്ല മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന വികസനം എന്തുണ്ടായിരിക്കും? അതിന്റെ തോതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രോഗ്രസും അതുപോലെ ഡെവലപ്മെന്റ് ഏകദേശം ഒരു സെയിം ആണെങ്കിൽ പോലും ഇപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവുന്ന മൊത്തത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വികസനം എന്ന് പറയാം. ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ഉണ്ടാവുന്ന മാറ്റമാണ് പ്രോഗ്രസ്. ഒരു പ്രത്യേക ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പ്രോഗ്രസ്. സമൂഹത്തിൽ നമ്മുടെ ആ ഒരു രാജ്യത്ത് ഉണ്ടാവുന്ന മൊത്തത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വികസനം എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് സാമൂഹിക മാറ്റത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ടേംസുകൾ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എവല്യൂഷൻ, റവല്യൂഷൻ, പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് തിയറികൾ നമുക്ക് നോക്കാം. തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ സാമൂഹിക മാറ്റത്തിൽ ഉണ്ടാവുന്ന കുറച്ച് തിയറികളാണ് പറയുന്നത്. ഒരു 4ഓളം തിയറികൾ, ഒരുപാട് തിയറികളൊന്നുമില്ല. ഒന്നാമത്തെ എന്താണ്? എവല്യൂഷണറി അപ്രോച്ച്. രണ്ടാമത്തത് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റ് തിയറി. നാലാമത്തെ സൈക്ലിക്കൽ തിയറി. അതിൽ ഒന്നാമത്തെ എവല്യൂഷണറി അപ്രോച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായ പരിണാമം അത് തന്നെയാണ് ഇവിടെ തിയറി ആക്കിയിട്ട് പറയാണ്. അപ്പൊ ഓരോ സമൂഹം കാലഘട്ടം കഴിയുന്തോറും എങ്ങനെയാണ് ലളിതമായിട്ടുള്ള സമൂഹത്തിൽ നിന്നും സങ്കീർണമായ സമൂഹത്തിലേക്ക് സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ടെന്നും അതിലൂടെ കൂടുതൽ സമൂഹത്തിൽ എന്തുണ്ടാകുന്നു? പുരോഗതി ഉണ്ടാകുന്നു എന്നും
പ്രധാനമായിട്ടും 3 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെ? ആദ്യത്തെ കാലഘട്ടം ഏതാണ്? പുരാതന കാലഘട്ടം. പിന്നീടുണ്ടായ കാലഘട്ടം മധ്യകാലഘട്ടം. ഇപ്പത്തെ കാലഘട്ടമാണ് ഏത്? ആധുനിക കാലഘട്ടം. എന്നിങ്ങനെ 3 വ്യത്യസ്ത കാലഘട്ടത്തിലൂടെയാണ് സമൂഹത്തിൽ എന്തുണ്ടാവുന്നത്? മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ഈ പ്രധാനമായിട്ടും എവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയാനുള്ളത്. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റത്തെയാണ് ഈ ഒരു എവല്യൂഷണറി അപ്രോച്ചസിലൂടെ പറയുന്നത്. രണ്ടാമത്തെയാണ് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് അഥവാ നിർവഹണക്ഷമതാപരമായ സമീപനം. ഇതിലൂടെ എന്താണ് പറയുന്നത്? ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് സമൂഹത്തിലുള്ള ഓരോ പ്രതിഭാസങ്ങളും മറ്റു പ്രതിഭാസങ്ങളായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിഭാസവും മറ്റു പ്രതിഭാസവുമായിട്ട് എന്തുണ്ടായിരിക്കും? ബന്ധമുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി, മാരേജ്, കിങ്ഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ. ഫാമിലി, മാരേജ്, കിങ്ഷിപ്പ് ഇതൊക്കെ തമ്മിൽ എന്തുണ്ട്? റിലേറ്റഡ് ഉണ്ട് ആണല്ലേ. മാരേജിലൂടെയാണ് എന്തുണ്ടാകുന്നത്? ഫാമിലി. അതിലൂടെയാണ് കിങ്ഷിപ്പ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മറ്റൊരു പ്രതിഭാസവുമായി എന്തുണ്ടായിരിക്കും? ബന്ധമുണ്ടായിരിക്കും. മാരേജ് എന്തുമായി റിലേറ്റഡ് ആണ്? ഫാമിലിയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം സമൂഹത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റം സംഭവിക്കുമ്പോൾ അത് മറ്റു ഭാഗങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നതിലേക്ക് ഇടയാക്കുന്നു. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മറ്റു ഭാഗങ്ങളെ, ഇപ്പൊ മാരേജിൽ എന്തെങ്കിലും മാറ്റമുണ്ട്. ഇപ്പൊ മാരേജ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ മാരേജിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ മാരേജിൽ ഉണ്ടാകുന്ന മാറ്റം എന്തിനെ ബാധിക്കുന്നുണ്ട്? ഫാമിലിയെ ബാധിക്കുന്നു. ആ ഫാമിലിയെ ബാധിക്കും, അത് ബന്ധുത്വത്തെ ബാധിക്കും. അങ്ങനെ ഓരോന്നിനെ കണക്റ്റഡ് ആണ്. അപ്പോൾ സമൂഹത്തിൽ ഒരു പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റു പ്രതിഭാസങ്ങളെയും ബാധിക്കുന്നു. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിലൂടെ പറയുന്നത് അല്ലേ. അപ്പൊ കാരണം സമൂഹത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റം മറ്റു ഭാഗങ്ങളെയും സംഭവിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലെ പ്രതിഭാസങ്ങൾക്കിടയിൽ ബന്ധമുണ്ടെന്നും ഒരു പ്രതിഭാസത്തിലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റു പ്രതിഭാസങ്ങളെയും സംഭവിക്കുന്നു. അങ്ങനെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. മൂന്നാമത്തെ ഒരു തിയറിയാണ് കോൺഫ്ലിക്റ്റ് തിയറി. അപ്പോ എന്താണ്? സംഘടനാവാദികളുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരു ഗണം മറ്റൊരു ഗണത്തിനെതിരെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പോരാടിക്കൊണ്ടിരിക്കുക അല്ലെ. സമൂഹത്തിൽ 2 ഗണങ്ങൾ അല്ലെ. ഇപ്പൊ മുതലാളിമാരും തൊഴിലാളിമാരും എന്ന് പറഞ്ഞ 2 വർഗ്ഗക്കാർ. ഇവിടെ കാൾ മാർക്സിന്റെ കോൺഫ്ലിക്റ്റ് തിയറിയിലൂടെ എന്താണ് പറയുന്നത്? മുതലാളി വർഗം, തൊഴിലാളി വർഗം എന്നിങ്ങനെ 2 വർഗ്ഗങ്ങൾ ഉണ്ടെന്നും മുതലാളിമാർ എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും ഇവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? എപ്പോഴും സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ നിന്നുമാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിലെന്തുണ്ടാവും? ഒരു മാറ്റം ഉണ്ടാകുന്നു. ആ ഒരു മാറ്റം ഇവിടെ എന്തിലൂടെ പറയുന്നുണ്ട്? ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറിയിലൂടെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? 2 വർഗ്ഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റം എന്തിലേക്ക് ഇടയാക്കുന്നു? സാമൂഹിക മാറ്റത്തിലേക്ക് ഇടയാക്കുന്നു. ഇതാണ് പ്രധാനമായിട്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് തിയറിയിലൂടെ പറയുന്നത്. ലാസ്റ്റത്തെ സൈക്കിളിക്കൽ ചേഞ്ച് അഥവാ ചാക്രിക സിദ്ധാന്തം. ഇതിലൂടെ എന്താണ് പറയുന്നത്? സമൂഹത്തിന്റെ ഒരു മാറ്റം ഒരു ചാക്രികമായിട്ട് നടക്കുന്നതാണ് അല്ലെ. ഒരു സൈക്കിൾ പോലെ, ഒരു ചക്രം പോലെ സംഭവിക്കുന്ന ഒന്നാണ് എന്ത്? സാമൂഹിക മാറ്റം എന്നും ഇത് ഒരു ഘട്ടത്തിൽ നിന്നും മാറി മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയും വീണ്ടും ആദ്യഘട്ടം മുതൽ ആവർത്തിക്കുന്നു. ഒരു സൈക്കിൾ പോലെ. ഇപ്പൊ ഒരു ഘട്ടത്തിൽ നിന്നും സമൂഹം മാറി വീണ്ടും ആ ഒരു ഘട്ടത്തിലേക്കിട്ടും വീണ്ടും മാറി. അങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നത്? മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്, ഈ ഒരു സൈക്ലിക്കൽ തിയറിയിലൂടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള എന്തൊക്കെയാണ്? സാമൂഹ്യ മാറ്റത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള തിയറികളാണ് നോക്കിയിട്ട്. അതിൽ ഒന്നാമത്തേതാണ് എവല്യൂഷണറി അപ്രോച്ച്, രണ്ടാമത്തെ ഏതാണ്? ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്, മൂന്നാമത്തത് കോൺഫ്ലിക്റ്റ് തിയറി, നാലാമത്താണ് സൈക്കിളിക്കൽ തിയറി. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു പോയിന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണുകൾ നോക്കാം. അതിലൊന്നാമത്തെയാണ് ലീനിയർ ചേഞ്ച്, രണ്ടാമത്തെ സൈക്കിളിക്കൽ ചേഞ്ച്, മൂന്നാമത്തെ എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. എന്താണ് ലീനിയർ ചേഞ്ച് എന്ന് പറഞ്ഞാല്? സമൂഹത്തിന്റെ ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ലീനിയർ ചേഞ്ച്, സമൂഹത്തിന്റെ ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റം.
സമൂഹം ഒരു ലളിത അവസ്ഥയിൽ നിന്നും സങ്കീർണ അവസ്ഥയിലേക്ക് ഉണ്ടാവുന്ന മാറ്റമാണ് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഈ ലീനിയർ ചേഞ്ചിലൂടെയും പറയുന്നത്. സമൂഹം ഒരു ലളിത അവസ്ഥയിൽ നിന്നും സങ്കീർണമായ അവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തെയാണ് പ്രധാനമായിട്ട് ഈ ലീനിയർ ചേഞ്ചിലൂടെ പറയുന്നു. അപ്പൊ ആദ്യം കുറച്ച് ഫ്യൂ ഹൗസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതെന്തായി മാറി? വില്ലേജ് ആയി മാറി, വില്ലേജ് ടൗൺ ആയി മാറി, ടൗൺ എന്തായി മാറി? സിറ്റി ആയി മാറി. അങ്ങനെ സൊസൈറ്റി ഓരോ കാലഘട്ടം കഴിയുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഘട്ടം ഘട്ടമായിട്ട് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് സൈക്കിളിക്കൽ ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തിയറി തന്നെയാണ് ഇവിടെയും പറയുന്നത്. സമൂഹത്തിന്റെ മാറ്റം എന്താണ്? ഒരു ചാക്രികമാണെന്നും ഇതെങ്ങനെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നും മാറി മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയും വീണ്ടും ആദ്യ ഘട്ടം മുതൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സൈക്കിൾ ബേസ് ആയിട്ടുണ്ടാവുന്ന ഒരു മാറ്റത്തെ ആണ് ഈ ഒരു പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ചിൽ ഈ ഒരു സൈക്ലിക്കൽ ചേഞ്ചിലൂടെ പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഫ്ലക്ച്വേഷൻ ചേഞ്ച്. സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഏറ്റക്കുറച്ചിലുകൾ സമൂഹത്തിൽ കാണുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. സാമൂഹ്യ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവും. പക്ഷെ ആ ഉണ്ടാവുന്ന മാറ്റത്തിൽ എന്തുണ്ടാവും? ഒരു തരംഗം പോലെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചില സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ സാവധാനം സംഭവിക്കുന്നു, ചില സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കും. അപ്പോൾ ചില സൊസൈറ്റിയിൽ സാമൂഹ്യ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കും, ചില സൊസൈറ്റിയിൽ എങ്ങനെ വളരെ സാവധാനമായിട്ടേക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നതിൽ എന്തുണ്ടാവുന്നുണ്ട്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഇതിലൂടെ ഈ ഒരു ചേഞ്ചിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം ചിലപ്പോൾ കർഷകരുടെ ജീവിതത്തെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്ന, നല്ല വിള സംഭവിക്കുന്നതിലേക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്? ചില സമയങ്ങളിൽ കർഷകരുടെ വിള കുറയുന്നതിലേക്കും അവരുടെ ജീവിതം ദുരിതപൂർണമാവുന്നതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയാക്കുന്നുണ്ട്. അപ്പൊ ചില സംഭവങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം, അപ്പൊ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ സൊസൈറ്റി നല്ല മാറ്റം കൊണ്ടുവരും, ചില മാറ്റങ്ങൾ സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നതിലേക്കും അവരുടെ ജീവിത നിലവാരം മോശമാക്കുന്നതിലേക്കും ഇടയാക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം, ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെയാണ് ഇവിടെ ഈ ഒരു തിയറിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടേമിലൂടെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതാണ് സാമൂഹ്യ മാറ്റത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണുകൾ. അതിൽ ഒന്നാമത്താണ് ലീനിയർ ചേഞ്ച്, രണ്ടാമത്തെ സൈക്കിളിക്കൽ ചേഞ്ച്, മൂന്നാമത്തെ എന്ത്? ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? സാമൂഹ്യ മാറ്റം എന്താന്ന് പഠിച്ചു. പിന്നെ സാമൂഹ്യ മാറ്റത്തിന്റെ കുറച്ച് ഒരു 7ഓളം ചെറിയ രീതിയിലെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ സാമൂഹ്യ മാറ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസുകളായിട്ടുള്ള 4 പദങ്ങൾ പഠിച്ചു. പിന്നെ അതിന്റെ ഒരു 4 തിയറികളും പഠിച്ചു. പിന്നെ എന്താ? സാമൂഹ്യ മാറ്റത്തിൽ ഉണ്ടാവുന്ന കുറച്ച് 3 പാറ്റേണുകളും പഠിച്ചു. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് അറിയാമല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകളിൽ എന്തായിരിക്കും? ഫസ്റ്റത്തെ ഒരു 50 മാർക്കിന് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസ് അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കട്ടെ എല്ലാവരും. നമുക്ക് ട്രൂ ഓർ ഫാൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ ഒരുപാട് തരത്തിൽ എന്തുണ്ടായിരിക്കും? 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? ദ റേറ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഈസ് എ സ്മാൾ ഫോർ ഓൾ സൊസൈറ്റി. അപ്പൊ സമൂഹത്തിന്റെ എല്ലായിടത്തും ഉണ്ടാവുന്ന മാറ്റം സെയിം ആണെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരിക. ശരിയോ തെറ്റോ എന്നാണ് ഇവിടെ മാത്രം എഴുതിയാൽ മതി. ഇതിന്റെ ആൻസർ എന്താണ്? ഫാൾസ് ആണ് സമൂഹത്തിൽ മാറ്റം സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓരോ സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഒരു മാറ്റത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഷ്യൽ ചേഞ്ച് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്. അതായത് സാമൂഹ്യ മാറ്റം ഒരു സാർവത്രിക പ്രതിഭാസമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ട്രൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടായി സാമൂഹ്യ മാറ്റം എന്താണ്? ഒരു സാർവത്രിക പ്രതിഭാസമാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് എ സഡൻ ടോട്ടൽ ചേഞ്ച് ദാറ്റ് ടേക്ക് ദ പ്ലേസ് ഇൻ എ സോഷ്യൽ സിസ്റ്റം ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ സോഷ്യൽ ഓർഡർ.
പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റം, അത് സൊസൈറ്റിന്റെ സോഷ്യൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച ഒരു പുതിയ സോഷ്യൽ ഓർഡർ സമൂഹത്തിൽ കൊണ്ടുവരും, ഒരു പുതിയൊരു രീതി അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇത് സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്ന പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു മാറ്റം ഏതാണ്? എവല്യൂഷൻ ആണോ റെവല്യൂഷൻ ആണോ? റെവല്യൂഷൻ ആണല്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന മാറ്റത്തെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എവല്യൂഷൻ ആണോ? അല്ല, റെവല്യൂഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് പ്ലാനഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ഈസ് എ കൺസിഡർ ദ ഡിസറബിൾ ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി, നോട്ട് ജസ്റ്റ് വൺ ഏരിയ ബട്ട് ഓൾ റിലേറ്റഡ് ഏരിയാസ്. ഒരു പ്രത്യേക പ്രദേശത്തല്ല, മറിച്ച് എല്ലാ ഏരിയയിലും ഉണ്ടാകുന്ന അത്തരത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള വളരെ സമഗ്രമായുള്ള മാറ്റത്തെ എന്ത് പറയുന്നുണ്ട്? ഡെവലപ്മെന്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാവുന്ന സമഗ്രമായ മാറ്റത്തെ, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവുന്ന ആ സമഗ്രമായ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് ദ മൂവ്മെന്റ് ഇൻ ദ ഡിസൈർഡ് ഡയറക്ഷൻ സോ ആസ് ദ ഈച്ച് ഓഫ് ഫൈനൽ ഗോൾസ് വിച്ച് ഈസ് മോട്ടിവേറ്റഡ് ബൈ പോസിറ്റീവ് ആൻഡ് റാഷണൽ കൺസിഡറേഷൻ. ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം എന്തിലേക്ക് ഇടയാക്കുന്നു? ഒരു ഫൈനൽ ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോളിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായുള്ള മാറ്റത്തെ എന്ത് പറയുന്നുണ്ട്? എന്താണ് പറയുക? പ്രോഗ്രസ് അല്ലെ. സമൂഹത്തിൽ ഉണ്ടാവുന്ന നല്ല ഒരു പോസിറ്റീവായുള്ള മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലേക്കാനും വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ചാപ്റ്ററിന് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ വൺ വേർഡ് നോക്കി. അപ്പൊ വൺ വേർഡ് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? പോരാ. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കണം. 2 മാർക്കിന് 3 മാർക്കിന് 5 മാർക്കിന് അല്ലെ. 5 മാർക്കിന് എങ്ങനെ അല്ലെ ലോങ് എസ്സേ 5 മാർക്കിനാണ് വരിക. അപ്പൊ ഈ ഒരു 5 മാർക്കിലൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹ്യ മാറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളൊരു 7 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആ ഒരു 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ എന്താണ്? വാട്ട് ഈസ് ദ മീൻ ബൈ റെവല്യൂഷൻ? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? റെവല്യൂഷൻ എന്താന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ റെവല്യൂഷൻ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് റെവല്യൂഷൻ അവിടെ കൃത്യമായിട്ട് എഴുതുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്? പ്രോഗ്രസും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു 3 മാർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്. ആദ്യം നമ്മൾ എന്താണ് പ്രോഗ്രസ് ചെയ്ത, അതിന്റെ പോയിന്റുകൾ എഴുതിയ ശേഷം എന്താണ് ഡെവലപ്മെന്റ് ചെയ്ത അതിന്റെ പോയിന്റുകൾ എഴുതുക. അങ്ങനെ വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാവരും എഴുതാൻ ശ്രമിക്കട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച്? നമ്മൾ ഒരുപാട് പാറ്റേണുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 3 പാറ്റേണുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 3 പാറ്റേൺ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മൾ ഫങ്ഷണൽ തിയറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തിയറിന്റെ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് അല്ലെ. എന്താണ് സാമൂഹ്യ മാറ്റം? സാമൂഹ്യ മാറ്റത്തിന്റെ തിയറികൾ അല്ലെ. നമ്മൾ കുറച്ച് പ്രധാനമായിട്ടും കുറച്ച് തിയറികൾ അല്ലെ. നമ്മൾ പ്രധാനമായിട്ട് എത്ര തിയറികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? 4 തിയറികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 തിയറിയാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എവല്യൂഷൻ? എന്താണ് എവല്യൂഷൻ അഥവാ പരിണാമം എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 18ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിനെ കുറിച്ച് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ, MCQ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ഒക്കെ നമ്മൾ നോക്കി. വളരെ സിമ്പിൾ ആണ്. ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ട് മിസ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് വീഡിയോ കണ്ട് കൃത്യമായി നോട്ടൊക്കെ എഴുതി എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.